മക്കളെ, ഇത് നമുക്ക് 5ാം ക്ലാസ്സിൻ്റെ ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ടൈം ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഗണ്ട് പടേം ഓർ നീച്ചെ ദിയെ പ്രശ്നോക്കെ ഉത്തർ ലിഖേം. പാരഗ്രാഫ് വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. സുബഹ് ആ ഗയി സൂരജ് നികൽത്താ ഹെ, ഫൂൽ ഖിൽത്തെ ഹെ, ചിടിയാം ഉഡ്തി ഹെ, ഹവാ ബഹത്തി ഹെ. ഒന്നാമത്തെ ചോദ്യം ഇതാണ് പാരഗ്രാഫ് കേട്ടോ. ഈ ഒരു ലൈന് കാണിച്ചല്ലോ, ഈ ഒരു ലൈനാണ് നിങ്ങളോട് വായിക്കാൻ പറഞ്ഞ പാരഗ്രാഫ്. ഇത്രയും ഭാഗമാണ് നിങ്ങൾ വായിക്കേണ്ടത്. പിന്നെ താഴെ ഇതാണ് ക്വസ്റ്റ്യൻ. ക്യാ ആ ഗയി, രാത്ത്, സുബഹ്, ശ്യാം. എന്താണ്? സുബഹ് ആണ് അല്ലേ? സുബഹ് ആ ഗയി, അതാണ് നമ്മൾ പഠിച്ചത്. സുബഹ്, ഇതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. കോൻ നികൽത്താ ഹെ, സൂരജ്, സൂര്യനാണ് ഉദിച്ചത്. സൂരജ്, അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതിന് ഡാഷ് ഗിൽത്തേ ഹെ എന്നാണ് പറഞ്ഞത്. എന്താണ് വിരിഞ്ഞു നിൽക്കുന്നത്? ഫൂൽ, പത്ത, പേട്. പൂക്കൾ, ഇല, മരം. ഏതാണ് ശരി? പൂക്കളാണ് ശരി അല്ലേ? പൂവാണ് വിരിഞ്ഞു നിൽക്കുന്നത്. അടുത്തത് ഡാഷ് ബഹത്തി ഹെ, ബഹനാണ് ഒഴുകുക. എന്താണ് ഒഴുകുന്നത്? ഹവ, ഫൂൽ, കലി. ഹവ, കാറ്റാണ് അല്ലേ? കാറ്റ് വീശുന്നു, കാറ്റ് വീശുന്നു പറയുന്നുണ്ട്. ചിടിയാം ക്യാ കർത്തി ഹെ, ചിടിയാം ഉടുത്തി ഹെ, ഗിൽത്തി ഹെ, ബഹത്തി ഹെ. അതാണ് ശരി. ഉടുത്തി ഹെ, പക്ഷികൾ എന്താ ചെയ്യുന്നത്? പറക്കുന്നു. ഉടുത്തി ഹെ, അതാണ് ശരി. ഇതാണ് ശരിയായിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം രംഗ് ബരീം എന്നാണ്, നിറം കൊടുക്കാനാണ്. ഹര, ഒന്നാമത്തെ ഇവിടെ 1, ഇതാണ് 1. ഈ 2 ഇലകളാണ് 1 എന്ന നമ്പർ. ഈ നമ്പറിലേക്ക് പച്ച കളറാണ് കൊടുക്കേണ്ടത്. ഹര, ഹര പറഞ്ഞാൽ പച്ച. ഇവിടെ പച്ച കളർ കൊടുക്കണം. 2 നമ്പർ ഇതായി ചട്ടിക്കാണ്, ചെടിച്ചട്ടിക്കാണ് 2 എന്ന നമ്പർ ഉള്ളത്. ഈ നമ്പറിലേക്ക് നമ്മൾ ഏത് കളറാണ് കൊടുക്കേണ്ടത്? നമുക്ക് ഇവിടെ നിന്ന് കളർ എടുത്തിട്ട് ഒന്ന് കൊടുത്ത് കാണിക്കാം കേട്ടോ. ആദ്യം തന്നെ പറഞ്ഞ എന്താണ്? പച്ചയാണ്. അപ്പോൾ നമുക്ക് പച്ച കളർ എടുക്കാം. 1 എന്ന നമ്പറിലാണ് നമ്മൾ പച്ച കളർ കൊടുക്കേണ്ടത്. ഇതിന് 2നും നമ്മൾ പച്ച കളർ കൊടുത്തു. ഇനി എന്താ പറഞ്ഞത്? രണ്ടാമത്തത് കറുപ്പാണ് പറഞ്ഞത് അല്ലേ? രണ്ടാമത്തേന് നമ്മൾ കറുപ്പ് കളർ കൊടുക്കണം. അതിന് 2നും കറുപ്പ് കളർ. ഇത് വൃത്തിക്ക് കൊടുക്കട്ടെ. നിങ്ങൾക്ക് വന്നാൽ, എക്സാമിന് വന്നാൽ നിങ്ങൾ അതിനനുസരിച്ച് നല്ല വൃത്തിയായിട്ട് കൊടുക്കുക. രണ്ടാമത്തേന് കറുപ്പ് കൊടുത്തു. പിന്നെ എന്താണ്? മൂന്നാമത്തത് നീലയാണ് പറഞ്ഞത്. മൂന്നാമത്തത് നീല. രണ്ടാമത്തെ കറുപ്പ് 2 ഈ തണ്ടിനും കൂടെ കറുപ്പ് വരുന്നുണ്ട്. തണ്ടിനും കൂടെ അങ്ങനെ കറുപ്പ് വരുന്നുണ്ട്. അപ്പോൾ തണ്ടിനും കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ കറുപ്പ് കളർ കൊടുക്കുക. 2 അവിടെ നമ്പർ ഉണ്ട്. ഇനി 3 എന്ന നമ്പർ ഇവിടെ തന്നിട്ടില്ലല്ലേ? 3 നീല. 3 നമുക്ക് തന്നിട്ടില്ല. എവിടെ 3 ഉണ്ട്. നടുക്കിൽ 3 ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ 3 ഏത് കളറാണ് വേണ്ടത്? നീല കളറാണ് വേണ്ടത്. അപ്പോൾ ഈ നീല കളർ എടുക്കുക. ഇവിടെ നമ്മൾ ഏത് കളർ കൊടുക്കുക? നീല കളർ കൊടുക്കുക. ഇനി അടുത്തത് നാലാമത്തത് ലാൽ, ചുവപ്പ് കളറാണ് പറഞ്ഞത്. നാലാമത്തത് ലാൽ, റെഡാണ് അല്ലേ? നാലാമത്തത്. അപ്പം നമ്മൾ നാലാമത്തെ എല്ലാ സ്ഥലങ്ങളിലും റെഡ് കൊടുക്കുക. മനസ്സിലായോ? ഇങ്ങനെ നിറം ഏതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുക. വൃത്തിയായിട്ട് അതിനനുസരിച്ച് സമയം എടുത്തിട്ട് ചെയ്യുക. ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ആ കളറുകൾ ഏകദേശം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളിപ്പോൾ ഒന്ന് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, പത്തോം കാ രംഗ് ക്യാ ഹെ. നമ്മളിപ്പോൾ ഇവിടെ ഇലകൾക്ക് നിറം കൊടുത്തില്ലേ? ഇലകളുടെ നിറം എന്താണ്? ഹര അല്ലേ? ഏത് നിറമാണ് ഇലകൾക്ക്? ഹര. ഏതാണ്? പച്ച നിറമാണ് നമ്മൾ കൊടുത്ത ഇലകൾക്ക്, ഹര. ഇനി അടുത്ത ചോദ്യം, കവിത പഠിക്കർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേം എന്നാണ് പറഞ്ഞത്. ഈ കവിത വായിക്കുക, എന്നിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക.
नीदू कादा पिल्ला एक, बदन पे उसके रुएम अनेक, छोटी टांगे लंबी पूंछ, भूरी दाढ़ी काली मूंछ, मक्की से वह लड़ता था, गिड़े गिड़े गिर पड़ता था. ഇത് നമ്മള് പഠിച്ച കവിതയാണ് അല്ലേ, നമ്മൾ പഠിച്ച കവിതയാണിത്. സഹി മിലാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ചോട്ടി, ചോട്ടി എന്താണ്? ചോട്ടി ടാങ്കേം. ദാ ചോട്ടി ടാങ്കെ നമ്മളെ കവിതയിലുണ്ട്, കവിതയിലേക്ക് ഇങ്ങനെ നോക്കിയാൽ മതി. ദാ ചോട്ടി ടാങ്കെ. അടുത്തെന്താണ്? ഭൂരി. ഇനി ഭൂരി എന്താണ്? ഭൂരി താടി അല്ലേ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഭൂരി താടി. പിന്നെന്താണ്? ലംബി ഉണ്ട്, ലംബി. ലംബി പൂഞ്ച്, ലംബി പൂഞ്ച്. അപ്പൊ പൂഞ്ച്, ലംബി പൂഞ്ച്. പിന്നെന്താണ്? കാലി മോഞ്ച്, കാലി മൂഞ്ച്, കാലി മൂഞ്ച്. ഓക്കെ, അപ്പൊ എല്ലതും നമ്മൾ കറക്റ്റായിട്ട് വരച്ചു. ഇനി പിള്ള കിസ്സേ ലെടുത്താതാ എന്നാണ് ചോദ്യം. പട്ടിക്കുട്ടി ആരുമായിട്ടാണ് മല്ലിടാറുള്ളത്, യുദ്ധം ചെയ്യാറുള്ളത്, പോരാടാറുള്ളത്? ആരുമായിട്ടാണ്? മക്കിയിലെ ഈച്ചയുമായി പോരാടാറുണ്ടായിരുന്നു. ലഡിഞ്ഞ അവിടെ ഉണ്ടാവും ഈ കവിതയിൽ. മക്കി ഇസയിലെടുത്ത, അതാണ്ട ലെടുത്ത ആരോടാണ്? മക്കി. അപ്പൊ എന്താണ് അതിന്റെ ആൻസർ? മക്കി. അടുത്തത് കവിതാക്കി പങ്ക്തിയ ക്രമസേ ലിഖേം എന്നാണ്. കവിതയുടെ വരികൾ ക്രമത്തിൽ എഴുതുക. കോൻ രഹേഗ, കോൻ രഹേഗ, ചിടിയാ കെ ലിയെ ചോഞ്ച് മേ തിനുക്ക, ഉസ് ഘർ കെ അന്തർ ചലി ബനാനെ ഘർ. ഉണ്ടോ? അത് തെറ്റിച്ചിട്ടാണ് തന്നത്, ഓർഡർ തെറ്റിച്ചിട്ടാണ് തന്നത്. അത് ശരിക്കും നമ്മൾ എഴുതണം. അത് നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ് ആ കവിതേൻ്റെ. ഇത് നേരത്തെ ഏതൊക്കെ കളറാണെന്നൊക്കെ എഴുതി വെച്ചതാണ് കേട്ടോ. ഏതൊക്കെയാണ് ഇത് നമ്മളിപ്പോൾ ഫില്ല് ചെയ്തില്ലേ, മിലാൻ കരേ ചെയ്തില്ലേ, അതിൻ്റെ ആൻസറാണ് കേട്ടോ. അത് അവിടെ തന്നെ അങ്ങ് കാണിച്ചു തന്നേ ഉള്ളൂ. മക്കീസയിലെടുത്താതാ. ഇനി കവിതയുടെ വരികളാണ്. चिड़िया लिए चोंज में तिनका, चली बनाने घर, कौन रहेगा उस घर के अंदर. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. അത് അതുപോലെ ഓർഡർ ആയിട്ട് എഴുതുക. ഇത് ഓർഡർ തെറ്റിച്ചാണ് തന്നത്, ഓർഡർ ആക്കി എഴുതുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കവിതയൊക്കെ നല്ലോണം ഒന്ന് വായിച്ച് നോക്കുക. വരികൾ തെറ്റിച്ച് തന്നാൽ അത് ശരിക്കും എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റണം. മനസ്സിലായല്ലോ? അടുത്തത് ചിടിയാക്കി ചോഞ്ചമേ ക്യാ ഹേ എന്നാണ് ചോദ്യം. എന്താണ്? തിനുക്ക. ചിടിയാക്കി ചോഞ്ചമേ തിനുക്ക അല്ലേ, ചോഞ്ചമേ തിനുക്ക അല്ലേ. അപ്പൊ തിനുക്കയാണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്തത് നോക്കാം. ചിത്ര പഹ്ചാനേം ഓർ ശബ്ദ ലിഖേം എന്നാണ്. ചിത്രം മനസ്സിലാക്കിയിട്ട് എഴുതാം. ഇത് മീനാണ് അല്ലേ, പക്ഷെ ഇതിൻ്റെയൊക്കെ പേര് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങളത് നേരെ എഴുതിയാൽ മാത്രം മതി. ഇത് മച്ചലി, മച്ചലി. ഈ മച്ചലിയാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, മച്ചലി മത്സ്യം എന്നവിടേക്ക് എഴുതാം. പിന്നെ അതുപോലെ തന്നെ പേട്. പേട് എവിടെ? പേട് പറഞ്ഞാൽ മരമാണ്. മരം എവിടെ? ഇതാണ് മരം. ഇവിടേക്ക് നമ്മൾ പേട് എന്ന് എഴുതുക. പിന്നീട് ഫൂലാണ്, ഫൂൽ പൂവ്. പൂവ് എവിടെ? പൂവ് ഇതാണ് പൂവ് അല്ലേ. അപ്പൊ ഇവിടേക്ക് നമ്മൾ എന്ത് എഴുതുക? ഫൂൽ എന്ന് എഴുതുക. അടുത്തത് കച്ചുവ ആണ് വരുന്നത്. കച്ചുവ. കച്ചുവ പറഞ്ഞാൽ എന്താണ്? ആമയാണ്, ആമ. അപ്പൊ ഇവിടെയാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? കച്ചുവ എന്ന് എഴുതേണ്ടത്, ആമ. ഇനി മേണ്ടക്കാണ്. മേണ്ടക്ക് പറഞ്ഞാൽ എന്താണ്? തവളയാണല്ലേ. അപ്പോ തവളയുടെ അടുത്തേക്ക്, ആ ചിത്രത്തിന്റെ അടുത്തേക്ക് നമ്മൾ എന്തെഴുതണം? മേണ്ടക്കെന്ന് എഴുതണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ചിത്രങ്ങളുടെ ഒക്കെ പേര് നിങ്ങളൊന്ന് കാണാതെ പഠിച്ചു വെക്കാം. മനസ്സിലായല്ലോ? ഇനി അടുത്തത്, ഈ തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചതിന് ശേഷം താഴെ നിങ്ങളോട് ഇവിടെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. മീന 10 സാൽ കി ലഡ്കി ഹേ. പ്രൊഫൈൽ തയ്യാറാക്കാൻ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പൊ ഇവിടെ പറഞ്ഞത് പ്രൊഫൈൽ തയ്യാറാക്കാനാണ്. നിങ്ങളുടെ പ്രൊഫൈൽ തയ്യാറാക്കാനായിരിക്കും ഒരു പക്ഷേ ചോദിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാരഗ്രാഫ് തന്നതിന് ശേഷം നിങ്ങളോട് എന്ത് പറയും? ഈ കുട്ടിയുടെ, തന്നിരിക്കുന്ന കുട്ടിയുടെ പേരെന്താണ്? മീനയാണ്. അപ്പം മീനയുടെ പ്രൊഫൈൽ തയ്യാറാക്കുക. ഇനി വേറെ ഏതെങ്കിലും പേര് വെച്ചിട്ടാണ് ഇവിടെ തരണതെന്ന് വിചാരിക്കുക. ഇപ്പം റസീനാന്നോ അങ്ങനെ എന്തെങ്കിലും പേരാണെങ്കിൽ റസീനയുടെ പ്രൊഫൈൽ തയ്യാറാക്കുക എന്ന് പറയും. ഓക്കെ,
അപ്പോൾ മീനയാണ് ഇവിടെ പറഞ്ഞത്. അപ്പം നാം എന്തെഴുതണം നമ്മൾ? നാം മീന എന്നെഴുതണം. എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇവിടെ നാം എന്ന സ്ഥലത്ത് മീന എന്നെഴുതുക. പിന്നെ ആയു പറഞ്ഞ വയസ്സാണ്, വയസ്സും ഇവിടെ തന്നെ ഉണ്ട്, ദസ്. അത് നിങ്ങൾ ആ സ്ഥാനത്തേക്ക് അങ്ങോട്ട് എടുത്തെഴുതുക. ഏതാണോ സ്ഥാനം ആ സ്ഥാനത്തേക്ക് ഇവിടേക്ക് എഴുതുക, ദസ് എന്ന്. ഇവിടെ നാമാണ്, ഈ നാം മീന എന്നത് ഇവിടെയും എഴുതി. അടുത്തത് കക്ഷ, ക്ലാസ് ആണ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പാഞ്ചവീം കക്ഷ. ഏതാ ക്ലാസ്? കണ്ടോ, കക്ഷ ഏതാണ്? പാഞ്ചവീം കക്ഷ. കണ്ടില്ലേ, ഈ കക്ഷ എന്നതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, അത് നോക്കി എഴുതിയാൽ മതി. അപ്പോൾ അവിടേക്ക് നമ്മൾ പാഞ്ചവീം കക്ഷ എന്നെഴുതി. പിന്നെ സ്കൂളാണ്, സ്കൂളിൻ്റെ പേര് ഇതിൽ തന്നെ തന്നിട്ടുണ്ടായിരിക്കും. എവിടെ? വിതുര സർക്കാരി UP സ്കൂൾ. കണ്ടോ, വിതുര സർക്കാരി UP സ്കൂൾ. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും എവിടെയാണോ എഴുതേണ്ടത് അതാത് സ്ഥാനങ്ങളിലേക്ക് എഴുതിയാൽ മാത്രം മതി, നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം അത് എഴുതിയതൊന്ന് കാണിച്ചു തരാം. എന്താ? നാം മീന, ആയു, ദസ്, കക്ഷ, പാഞ്ചവീം, സ്കൂൾ വിതുര സർക്കാരി UP സ്കൂൾ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. മീന കോൺസി കക്ഷാമേ പഠിത്തി ഹെ. മീന ഏത് ക്ലാസ്സിലാണ്? കോൺസി പറഞ്ഞ ഏത്. മീന ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏത് ക്ലാസ്സിലാണ്? പാഞ്ചവീം, 5ാം ക്ലാസ്സിൽ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പാഞ്ചവീം, 5ാം ക്ലാസ്സിൽ. അടുത്ത പ്രവർത്തനം, കിസി ഏക് ഗതിവിധി കാ ഉത്തർ ലിഖേം. ഏതെങ്കിലും ഒരു ഗതിവിധി, പ്രവർത്തനം, ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന്റെ ഉത്തരം എഴുതുക. ചിത്ര ദേഖേം ഓർ ഖാലി സ്ഥാൻ വരേം. ചിത്രം നോക്കിയിട്ട് ഇവിടെ കാലിയായിരിക്കുന്ന സ്ഥലങ്ങൾ ഫില്ല് ചെയ്യുക എന്നാണ് പറഞ്ഞത്. ഇവിടെയാണ് കാലിയായിട്ടുള്ളത്. പേട് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്, ഇത് പേടാണ്. അപ്പോൾ ഇവിടെ പേട് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒന്നുണ്ട്, ഒന്നല്ലേ, ഒരു പേടാണ്, 1. അപ്പോൾ ഇവിടെ എന്ത് എഴുതാ? ഏക്ക്. നിങ്ങൾ പഠിച്ചതാണ്, ഏക്ക് എന്ന് എഴുതാം. പിന്നെ ഇവിടെ 2 ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? ദോ. ഫൂൽ എന്നിവിടെ തന്നിട്ടുണ്ട്. പിന്നെ അത് വീടാണ്, വീടിന് ഗർ എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ തീൻ എന്ന് എഴുതണം. എഴുതിയത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വെറുതെ എങ്ങനെ എഴുതുന്നു എന്നേ ഉള്ളൂ കേട്ടോ. എന്താണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്? തീൻ എന്ന് എഴുതണം. പിന്നെ ഇവിടെ എത്ര ഉണ്ട്? 4 എണ്ണമാണ് അല്ലേ. അപ്പം നിങ്ങൾ ഇവിടേക്ക് എഴുതേണ്ടത് എന്താണ്? ചാർ എന്ന് എഴുതണം. ചാർ എന്ന് എഴുതണം. ഇവിടെയോ 5 എണ്ണമാണ് ഉള്ളത്. അപ്പം നിങ്ങൾ ഇവിടേക്ക് 5. ഇവിടെ തന്നെ താഴെ തന്നിട്ടുണ്ട്, അത് ഓർഡർ ആയിട്ട് എഴുതിയാൽ മതി. ഏക്ക് കണ്ടവിടെ ഏക്ക് എന്ന് തന്നിട്ടുണ്ട്. ഈ ഏക്ക് നിങ്ങൾ എവിടെ എഴുതേണ്ടത്? ഇവിടെ എഴുതാം. ഓക്കെ, പിന്നെ ദോ തന്നിട്ടുണ്ട്. ദോ നിങ്ങൾ എവിടെ എഴുതണം? ഇവിടെ എഴുതണം. പിന്നെ തീൻ എന്ന് തന്നിട്ടുണ്ട്. ഈ തീൻ നിങ്ങൾ ഇവിടെ ഇങ്ങോട്ടേക്ക് എഴുതാം. ചാർ എന്നത് ഇവിടേക്ക് എഴുതാം. 5 ദാ ഇങ്ങോട്ടും എഴുതാം. ഓക്കെ, ഫില്ലായല്ലോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു വർക്കാണ്. 10 വരെ നിങ്ങൾ തീർച്ചയായിട്ടും എണ്ണം പഠിച്ചു വെക്കുക. കണ്ടോ, ഏക്ക് പേട്, ദോ ഫൂൽ, തീൻ ഗർ, 4 മച്ചലിയാം, 5 താരെ. കണ്ടോ, 1 2 3 4 5. 1 2 3 4 5 6 7 8 9 10. 10 വരെ നിർബന്ധമായിട്ടും പഠിക്കണം. 10 വരെയുള്ളതിൽ ഏതെങ്കിലും എഴുതാനാണ് നിങ്ങളോട് പറയുക. അതുകൊണ്ട് തന്നെ 10 വരെയുള്ള നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവുക. കവിത പഠേം നീച്ചെ ദിയേ പ്രശ്നോं के उत्तर लिखें എന്നാണ് അടുത്തത്. ധൂപ് ആ ഗയി സുബഹ് സുബഹ് की കലിയാം പ്യാരി പ്യാരി മഹക്കീം, കലിയാം ക്യാരി ക്യാരി മഹക്കീം, കലിയാം ഇത്തനി സാരി മഹക്കീം. നിങ്ങളിത് പഠിച്ചതാണല്ലേ. അപ്പൊ നോക്കാം. കവിത की पंक्तियों के अनुसार वाक्य क्रमबद्ध करें. പ്യാരി കലിയ മഹക്തി ഹേ. അപ്പോൾ നമ്മൾ പ്യാരി എന്നുള്ള സെൻറ്റൻസ് ആണ് നോക്കേണ്ടത്. കവിതാക്കി പങ്ക്തിയൊക്കെ അനുസാർ ആശയം ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞത്.
ധൂബ് ആകെ ഈ സുബഹ് സുബഹ്ക്കി. അപ്പൊ സുബഹ് എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത്. സുബഹ്, ഇതിൽ സുബഹ് എന്നുള്ളത് എടുക്കുക. സബേരെ എന്നാണ് ഇവിടെ തന്നത്. സുബഹ് പറഞ്ഞാലും സബേരെ പറഞ്ഞാലും ഒന്നാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആ വരിയിൽ സബേരെ എന്നുള്ളത് എടുത്ത്, സബേരെ എന്നുള്ളതാണ് ഒന്നാമത് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. അടുത്തത് രണ്ടാമത് കലിയാം പ്യാരി പ്യാരി എന്നാണ്. അപ്പൊ നമ്മൾ പ്യാരി എന്നുള്ളത് രണ്ടാമത് എടുക്കുക. ഇതാ പ്യാരി കണ്ടോ, പ്യാരി അത് 2. അതിന്റെ മീനിങ് വരുന്നത് പ്യാരി കലിയ മഹക്തി ഹേ എന്നാണ്. ഇനി മൂന്നാമത്തത് ക്യാരി എന്നത് ഇവിടെ എവിടെ നോക്കുക. ദാ ക്യാരി, ക്യാരിയോമേം അത് 3ആയിട്ട് എഴുതി കൊടുക്കുക. ഓക്കെ. പിന്നെ നാലാമത്തത് സാരി കലിയാം. നാലാമത്തത് ഇവിടെ പിന്നെ സാരി കണ്ടോ, സാരി ഉണ്ട്, കലിയാം എന്നുണ്ട്. സാരി കലിയാം എന്നുള്ളത് നമ്മൾ നാലാമത്തെ ആയിട്ട് എഴുതി കൊടുത്ത്. മനസ്സിലായോ? എഴുതിയത് കാണിക്കാം. സബേരെ ധൂബ് ആ ഗയി പ്യാരി കലിയാ മഹക്കത്തി ഹേ, ക്യാരിയോ മേ കലിയാ മഹക്കത്തി ഹേ, സാരി കലിയാ മഹക്കത്തി ഹേ. ഓക്കെ. അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് ഇതുപോലെയുള്ളത് നോക്കാൻ പറഞ്ഞത്. നിങ്ങളുടെ ഈ കവിതയുടെ വരിയിൽ ഏകദേശം സാമ്യമുള്ളതാണ് നിങ്ങൾക്ക് ആശയമായിട്ട് വരിക. അപ്പൊ ആശയം കണ്ടെത്താനുള്ളൊരു വഴിയാണ് പറഞ്ഞു തന്നത് അത് കേട്ടോ. ഇനി സഹി വർത്തനി കോൻസി ഹേ, സുബഹ്, സുബഹ് ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഇതാണ് ശരിയായിട്ടുള്ളത് അല്ലേ, ശരിയായിട്ടുള്ളതാണ്. ബാക്കി 2 തെറ്റാണ്. നിങ്ങൾ ഡിറ്റേഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ എഴുതുക? സുബഹ് എന്ന ഡിറ്റേഷൻ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ലേ എഴുതുക? അതാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. ഇങ്ങനെ എഴുതിയാൽ തെറ്റല്ലേ? സുബഹ് എന്നിങ്ങനെ എഴുതിയാൽ തെറ്റല്ലേ? അതുപോലെ തന്നെ ഇങ്ങനെയും സുഫഹ് എന്ന് എഴുതിയാലും തെറ്റല്ലേ? ഇതല്ലേ ശരി? ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഇനി വേറെ ഇതുപോലെ വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുന്നുണ്ട്, അതും കൂടെ നോക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. ആ ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ നോക്കുക. 2-3 ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി പഠിച്ചാൽ തന്നെ എക്സാമിന് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് 2-3 ക്വസ്റ്റ്യൻ മോഡൽ നിങ്ങൾക്ക് ചെയ്യുന്നത്. കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.